Once again, I invite you to the International Career Fair ICF 2021, organized by CAD International in association with Malayalam Manorama. Today, in the inspiration session, we bring the most respected, honorable person, Advocate V.S. Sunkumar, our former Agriculture Minister. He is sharing his experience, he is sharing his words to inspire you. He is sharing the way he faced the challenges, the way he got the inspiration, and he is sharing his vision, how a graduate is supposed to be. Everything he will share today's session. As you all know, he is the person of simplicity, and he is the person inspired me. He can inspire you how to be a successful human being and live as an ordinary human being. He is the living example how a person work for the human being, work for the society. So through him, let's get inspired, let's move forward, let's listen his words and take his words to our own heart. It will be asset in our future career journey. Today, the period of challenges. As you all know, COVID, Corona, all the things around us. In this time, we coming out from the colleges. Really, it is a very challenging situation. But through these sessions, especially today's session, from our Sunkumar sir, it will add value to you, it will add confidence to you. Surely, let's together overcome this challenge. We supposed to be a very successful people in our future career journey. Let us take his words and get inspired by ourselves, and with that confidence, we can create a new tomorrow. Let's open all the doors of opportunities and be a successful professionals in our career and a beautiful, loving human being to the world. Thank you. എല്ലാവർക്കും നമസ്കാരം. CAD ഇന്റർനാഷണലിന്റെയും മലയാള മനോരമയുടെയും നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ്, ഈ വർഷത്തെ പരിപാടിയാണ് കരിയർ ഫെയർ 2021 എന്ന ഒരു പരിപാടി. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം, ഇപ്പോൾ ഈ കോവിഡ് പശ്ചാത്തലത്തില് നമ്മുടെ ലോകത്തിലെ എല്ലാ മേഖലകളിലും കോവിഡിന്റെ ഭാഗമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും ഗുരുതരമായിട്ട് ബാധിച്ചിരിക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മേഖലയാണ്. നമ്മുടെ പ്രൈമറി എഡ്യൂക്കേഷൻ മുതൽ ഉന്നത വിദ്യാഭ്യാസം വരെയുള്ള പ്രൊഫഷണൽ വിദ്യാഭ്യാസം വരെയുള്ള എല്ലാ മേഖലകളിലും ദൈനംദിന പഠന മേഖല വലിയ നിലയിൽ താളം തെറ്റിയ ഒരു അവസ്ഥയിലാണ്. കുട്ടികൾ ക്ലാസ്സിൽ പോകാൻ കഴിയുന്നില്ല. നേരിട്ട് ക്ലാസ് മുറികൾ, ലബോറട്ടറികൾ, പ്രാക്ടിക്കൽ ആയിട്ടുള്ള അവരുടെ പരിജ്ഞാനങ്ങളെല്ലാം തന്നെ വലിയ തരത്തിൽ അവരെ ബാധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴും കാണുന്ന ഒരു കാര്യം, ഈ പ്രതിസന്ധികൾ എങ്ങനെ നമുക്ക് പ്രതിസന്ധികളായിട്ട് മാത്രമല്ല നമുക്ക് അതിനെ നേരിടാൻ കഴിയുക, മറിച്ചൊരു പ്രതിസന്ധി വരുമ്പോൾ പ്രതിസന്ധികൾ എങ്ങനെയാണ് ഒരു അവസരങ്ങളാക്കി മാറ്റുക എന്നുള്ളിടത്താണ് മാനവരാശിയുടെ വിജയം ഇരിക്കുന്നത്. ഏത് പ്രതിസന്ധിയും നമുക്ക് പുതിയ അവസരങ്ങൾ തുറന്നു കൊടുക്കും. അപ്പൊ ഈ പറയുന്ന പ്രതിസന്ധി വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടായപ്പോൾ ബോധന രംഗത്ത് വന്നിരിക്കുന്ന നൂതനമായിട്ടുള്ള പല സാങ്കേതിക വിദ്യകളും
വലിയ തോതിൽ ജനകീയവൽക്കരിക്കപ്പെട്ടു എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റം. ഈ ഒരു സന്ദർഭത്തെ നല്ല നിലയിൽ പ്രയോജനപ്പെടുത്താനും കൂടി നമുക്ക് സാധിക്കണം. നമ്മളിപ്പോ ഈ ഒരു കോവിഡ് പാൻഡമിക് സിറ്റുവേഷനിൽ വിദ്യാഭ്യാസ രംഗത്ത്, പ്രത്യേകിച്ച് പ്രൊഫഷണൽ വിദ്യാഭ്യാസ രംഗത്ത് പിറകോട്ടടി ഉണ്ടായി എന്നുള്ളതല്ല നമ്മൾ കാണേണ്ടത്. മറിച്ച് ഈ സന്ദർഭത്തെ നമ്മൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ നമുക്ക് അതിന്റെ അക്കാഡമിക് നിലവാരങ്ങൾ വർദ്ധിപ്പിക്കാൻ കഴിയും, അവിടെ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് അവരുടെ ഭാവി എങ്ങനെ ഏറ്റവും നല്ല നിലയിൽ സംരക്ഷിച്ച് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നതിന്റെ മാർഗങ്ങൾ എന്താണ് എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ എല്ലാവരും കൂടി ചിന്തിക്കുന്നത്. ആ ദിശയിൽ നടത്തുന്ന ഒരു സംരംഭമാണ് കാഡ് ഇന്റർനാഷണലിന്റെ ഈ ഒരു ഇന്റർനാഷണൽ കരിയർ ഫെയർ എന്ന് പറയുന്ന ഈ പ്രോഗ്രാം. ഈ പ്രോഗ്രാമില് മലയാള മനോരമയും കൂടി അസോസിയേറ്റ് ചെയ്തിട്ടാണ് കാഡ് ഇന്റർനാഷണലിന്റെ പ്രോഗ്രാം നടക്കുന്നത്. ഞാൻ ഇവരുടെ പല പരിപാടികളിലും എനിക്ക് പങ്കെടുക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നടക്കുന്ന ഈ ഒരു ഫെയറിന്റെ പ്രത്യേകത, നമ്മുടെ രാജ്യത്തെ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തെ പിന്നെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ, പല മേഖലയിലെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളുണ്ട്. അവര് എഞ്ചിനീയറിംഗ് ബിരുദം നേടി പല കോളേജുകളിൽ, പല യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. സെൽഫ് ഫിനാൻസിങ് കോളേജിലും ഗവൺമെന്റ് കോളേജിലും ഒക്കെ പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. എല്ലാവരും പഠിക്കുന്ന എഞ്ചിനീയറിംഗ് ബിരുദം പഠിച്ച് പുറത്തു വരികയാണ്. എഞ്ചിനീയറിംഗ് പഠിച്ച് പുറത്തു വരുന്ന ഒരുപാട് ആയിരക്കണക്കിന് കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട്. ഈ കുട്ടികൾക്ക് അവര് പ്രൊഫഷണൽ കോഴ്സിൽ ചേരുന്നതിന് വേണ്ടിയിട്ടാണ്, അവര് ടെക്നോക്രാറ്റ്സ് എന്ന നിലയിൽ നല്ല മികച്ച ഉദ്യോഗം അല്ലെങ്കിൽ നല്ല ഒരു പ്രൊഫഷൻ അവർക്ക് ലഭിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മുടെ കുട്ടികളൊക്കെ തന്നെ, പ്രത്യേകിച്ച് MBBS ആണെങ്കിലും എഞ്ചിനീയറിംഗ് ആണെങ്കിലും മറ്റ് പ്രൊഫഷണൽ മേഖലയെല്ലാം ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന ഒരു കാര്യം, എഞ്ചിനീയറിംഗിന്റെ അല്ലെങ്കിൽ മറ്റ് പ്രൊഫഷണൽ ബിരുദധാരികളായിട്ടുള്ള ആളുകളുടെ എണ്ണം ഒരുപാട് വർദ്ധിക്കുന്നുണ്ടെങ്കിലും ശരിയായ രീതിയിൽ നമ്മുടെ ഓരോ മേഖലയിലും ആവശ്യം വേണ്ട വൈദഗ്ധ്യമുള്ള ആളുകളുടെ എണ്ണം പലപ്പോഴും വേണ്ടത്ര ലഭ്യമാകുന്നില്ല എന്ന് പരാതി പലപ്പോഴും ഉയർന്നു വരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പഠിക്കുന്ന കോഴ്സിലൂടെ നമുക്കൊരു ബിരുദം കിട്ടുന്ന അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് ബിരുദം ലഭിച്ച ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതുപോലെ മെഡിക്കൽ ബിരുദം കിട്ടിയിട്ടുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. എന്നാൽ എഞ്ചിനീയറിംഗ് ബിരുദം കിട്ടിയത് കൊണ്ട് മാത്രം ഒരു എഞ്ചിനീയർ ഉണ്ടാവണമെന്നില്ല. അപ്പൊ എഞ്ചിനീയറിംഗ് ബിരുദം ലഭിക്കുകയും എഞ്ചിനീയർ ആവുകയും ചെയ്യാന്ന് പറയുന്നത് രണ്ടാണ് ശരിക്കും പറഞ്ഞത്. നമ്മൾ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ബിരുദം നേടിയതുകൊണ്ട് മാത്രം ആ പ്രൊഫഷനിൽ നമ്മൾ നല്ല വിജയം നേടുന്നവരായിപ്പോണം എന്ന് യാതൊരു നിർബന്ധമില്ല. പ്രത്യേകിച്ച് ഒരു പക്ഷെ അക്കാഡമിക് ആയിട്ടുള്ള അവരുടെ മാർക്കിൽ ചിലപ്പോൾ അല്ലെങ്കിൽ അവരുടെ സ്കോറിങ്ങിലൊക്കെ അവർ ചിലപ്പോൾ ഉയർന്നു നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ആ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു ഇൻഡസ്ട്രി ആണെങ്കിൽ ആ ഇൻഡസ്ട്രിക്ക് വേണ്ട ആവശ്യകത നിറവേറ്റുന്ന കാര്യത്തിൽ പക്ഷേ അവരുടെ വൈദഗ്ധ്യം എത്രമാത്രം ഉണ്ട് എന്നുള്ളതാണ് ഇന്ന് ഇവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം. അതിലൊന്ന് നാം നേടിയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ബിരുദം. ആ ബിരുദം നേടിയിട്ടുള്ള ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ആവശ്യമുള്ള ഒരു ഇൻഡസ്ട്രിക്ക് ഈ ബിരുദം നേടിയിട്ടുള്ള കുട്ടി അല്ലെങ്കിൽ ഒരാളുടെ കഴിവ് എത്രമാത്രം പ്രയോജനപ്പെടുത്താൻ കഴിയും. ഈ ഒരു സ്പേസ് അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് നമുക്ക് വേണ്ട രീതിയിൽ അവിടെ ഫൈൻ ട്യൂൺ ചെയ്യുക എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു വലിയൊരു ടാസ്ക്കാണ്. അതാണ് കാഡ് ഇന്റർനാഷണൽ പ്രധാനമായിട്ട് ഏറ്റെടുക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മുടെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളായിട്ടുള്ള അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരും പഠിച്ച് പുറത്തിറങ്ങിയിരിക്കുന്നവരുമായിട്ടുള്ള വ്യക്തികൾക്ക് അവരുടെ പ്രൊഫഷനിലേക്ക് അവർക്ക് അതിന്റെ കോമ്പറ്റീഷനിലേക്ക് കടന്നു വരാനും മികച്ച നിലയിൽ അവർക്ക് ഉദ്യോഗസ്ഥരായിട്ട് മാറാനും കഴിയണമെങ്കിൽ നമ്മുടെ എഞ്ചിനീയറിംഗ് ബിരുദം കൊണ്ട് മാത്രം സാധ്യമല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഒരുപാട് എഞ്ചിനീയറിംഗ് ബിരുദധാരികളുണ്ട്. പക്ഷെ ഈ നമ്മള് പിന്നെ ഇൻഡസ്ട്രി ആണെങ്കിലും അല്ലെങ്കിൽ മറ്റ് ടെക്നോളജി മേഖലയിലെല്ലാം വേണ്ടത് എന്താണ്? ബിരുദധാരികളെ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. അവർക്ക് വേണ്ടത് ആ പ്രൊഫഷണലിൽ ഏറ്റവും മികച്ച നിലയിൽ പെർഫോം ചെയ്യാൻ കഴിയുന്ന ആളുകളെയാണ് അവർക്ക് ആവശ്യമുള്ളത്. അങ്ങനെയുള്ളവരെ നാം എങ്ങനെയാണ് മോൾഡ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ അവർ ആ രീതിയിലേക്ക് എങ്ങനെയാണ് നമുക്ക് അവരെ മാറ്റിയെടുക്കാൻ കഴിയുക എന്നുള്ളിടത്താണ് നമ്മുടെ വിജയം ഇരിക്കുന്നത്. കാഡ് ഇന്റർനാഷണലിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തന മേഖല എന്ന് പറയുന്നത്, എൻ്റെ അറിവ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, ഈ മേഖലയിൽ ഈ ഒരു ഗ്യാപ്പിൽ എങ്ങനെയാണ് അവരെ നല്ല നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. ആ നിലയിൽ ഉള്ള കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രൊഫഷണൽ രംഗത്ത് അല്ലെങ്കിൽ ഈ നമ്മുടെ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള രംഗത്ത് ടെക്നോളജി മേഖലയിലുള്ള സംരംഭകരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന അവരുടെ ആവശ്യം എന്താണ്, അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അവരുടെ ആവശ്യകത എന്താണെന്നുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വരികയും അതിനനുസരിച്ച് നമ്മുടെ ഈ ബിരുദധാരികളായിട്ടുള്ള കുട്ടികളെ
ആ രീതിയിലേക്ക് നമ്മൾ പിന്നെ സംസ്കരിച്ചെടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത്തരം ആളുകൾക്ക് ദേശീയ തലത്തിലും സാർവദേശീയ തലത്തിലുമുള്ള അവസരങ്ങളിൽ വളരെ എളുപ്പത്തിൽ അവർക്ക് സെലക്ട് ചെയ്യപ്പെടാൻ വേണ്ടി സാധിക്കും. അങ്ങനെ സെലക്ട് ചെയ്യപ്പെടാവുന്ന രീതിയിലേക്ക് അവർ എത്തുമ്പോഴാണ് ഈ കരിയർ ഫെയറിൽ വരുന്ന കുട്ടികൾക്ക് അവർ ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് എത്താൻ കഴിയുക. അപ്പൊ അങ്ങനെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് മലയാള മനോരമയുടെ നേതൃത്വത്തിൽ കാഡ് ഇന്റർനാഷണൽ കൂടി സംയുക്തമായ ഒരു സംരംഭം എന്ന നിലയിൽ നടക്കുന്ന ഈ കരിയർ ഫെയർ 2021 എന്ന പ്രോഗ്രാം. ഇത് പ്രത്യേകിച്ച് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് വലിയ അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന കാര്യമാണ്. ഇതൊരു വലിയൊരു പ്ലാറ്റ്ഫോമാണ് ഇങ്ങനെ ഒരു അവസരം ഉണ്ടാകുമെന്ന് പറയുന്നത്. ആ പ്ലാറ്റ്ഫോം നമ്മുടെ കുട്ടികളെ പരമാവധി പ്രയോജനപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ഉള്ളിലൊരു ഒരു ഒരു കഴിവുണ്ട്. നമ്മൾ ചാരം മുടിയ കനൽ പോലെ നമ്മുടെ ഉള്ളിലുള്ള കനലിനെ നമുക്ക് എങ്ങനെ ഊതിപ്പെരുപ്പിച്ച് അഗ്നിയാക്കി മാറ്റാൻ കഴിയും എന്ന് പറയുന്ന പോലെ എല്ലാ മനുഷ്യരിലുള്ള കഴിവുകളെ നമുക്ക് അതിനെ പുറത്തെടുക്കുക എന്നുള്ളതാണ്. അത് പുറത്തെടുത്ത് അതിനെ ശരിയായ രീതിയിൽ അതിന്റെ ഊർജം പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയുമ്പോഴാണ് നമ്മുടെ ഉള്ളിലുള്ള പ്രൊഫഷണൽ എന്ന് പറയുന്ന നമ്മുടെ പ്രൊഫഷണലിസം എന്ന് പറയുന്നത് പുറത്തു കൊണ്ടുവരാൻ കഴിയും. അത് പുറത്തു കൊണ്ടുവരുമ്പോൾ അത്തരം വ്യക്തികളെ, അത്തരം ടെക്നോക്രാറ്റുകളെ ഏത് ഇൻഡസ്ട്രിക്കും വളരെ ആവശ്യമായിരിക്കും. അപ്പൊ അവർ സ്വാഭാവികമായിട്ടും ആ കോമ്പറ്റീഷനിൽ ഈ വരുന്ന കുട്ടികളെ അവര് പ്രത്യേകിച്ചൊരു റെക്കമെൻഡേഷൻ ഇല്ലാതെ അവർ സെലക്ട് ചെയ്യും. ആ ലെവലിലേക്ക് നമ്മുടെ സ്റ്റുഡൻസിനെ എത്തിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം ഇവിടെ ഏറ്റെടുക്കപ്പെടുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഈ ഫെസ്റ്റിലൂടെ ഫെയറിലൂടെ അത് സാധ്യമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ജനപ്രതിയാകുമ്പോഴും എങ്ങനെ ജനങ്ങളെ സഹായിക്കുന്നത്, അധികാരം നമുക്ക് എങ്ങനെയാണ്, അധികാരം നമ്മുടെ ഒരു അലങ്കാരം എന്ന നിലയിലല്ല, മറിച്ച് എങ്ങനെയാണ് അധികാരം ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക. അതൊക്കെ നമ്മളെ പഠിപ്പിച്ചത് നമ്മുടെ ഇപ്പോൾ അച്യുതാനന്ദനും KP പ്രഭാകരൻ അങ്ങനെയുള്ള VP അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഈ അധികാരത്തിന്റെ പകിട്ടല്ല അവർ കാണുന്നത്. അവർ എപ്പോഴും ഈ അത് ഉപയോഗിച്ച് എങ്ങനെ ജനങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് തന്നെ പരിഹാരം ഉണ്ടാക്കാൻ പറ്റും, അത് ചെയ്യാന്നുള്ളതാണ്. ഇപ്പം അതിനപ്പുറത്ത് നമുക്ക് അതിൻ്റെ ആലങ്കാരികതകളും അതിൻ്റെ സൗകര്യങ്ങളും അനുഭവിക്കുക, അതുകൊണ്ട് നമ്മൾ കുറേ പണം സമ്പാദിക്കുക, അങ്ങനത്തെ ഒരു രീതിയെപ്പറ്റി നമുക്ക് ആരും പഠിപ്പിച്ചില്ല. നമ്മളത് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ പഠിച്ച കോളേജിലും അങ്ങനെ തന്നെയുള്ളൊരു ഇതാണ്. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ അങ്ങനെയുള്ള ആ കാലഘട്ടത്തിൽ ബന്ധങ്ങളൊക്കെ പൊളിറ്റിക്സിലൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ നല്ല കാര്യം ചെയ്യുന്നതിനെ അവർ അംഗീകരിക്കുള്ളൂ. അതായത് ഇപ്പോൾ അതായത് നമ്മുടെ പൊളിറ്റിക്സൊക്കെ വ്യത്യസ്തമായിരിക്കും, അവർക്ക് ഇഷ്ടപ്പെടാത്ത പൊളിറ്റിക്സ് ആണെങ്കിലും അവർ പൊതുവായിട്ട് കാണുന്ന ഒരു സമീപനം അങ്ങനെ. അപ്പം അങ്ങനെ പഠിച്ച കോളേജിൻ്റെ നാടിൻ്റെയൊക്കെ പ്രത്യേകതകൾ ഒക്കെ ഒരു ഘടകങ്ങളാണ്. പിന്നെ നമ്മുടെ വീട്, നമ്മൾ പാവപ്പെട്ട സാധാരണ ഒരു ഇതുപോലെ തന്നെ തൊഴിലാളി കുടുംബം ഒക്കെ ആകുമ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലം ഉണ്ടാവില്ല. അപ്പം നമുക്ക് കാര്യങ്ങളിപ്പോൾ സാധാരണക്കാരെ കാര്യം നമുക്ക് ഒരാൾ വരുമ്പോൾ നമുക്ക് പറഞ്ഞിരുന്നു വേണ്ട എന്താ സംഭവം നമുക്ക് അറിയാൻ പറ്റും. പ്രശ്നം നമുക്കിപ്പോൾ ആരെ പറഞ്ഞ് ഒരാളുടെ പ്രയാസം എന്താണെന്നിപ്പോൾ നമുക്ക് മനസ്സിലാക്കി തരേണ്ടതെന്ന് അർത്ഥം നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നമ്മുടെ ലൈഫിലൂടെ നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. അത് തന്നെയാണ് നമ്മുടെ ഒരു എന്തെങ്കിലും വ്യക്തിത്വം ഉണ്ട് എന്ന് ജനങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന് കാരണത്തിലുണ്ട്. വേറെ പ്രത്യേകിച്ച് ഇത് ട്രെയിനിങ് ഒന്നുമില്ല. പ്രൊഫഷണൽ എന്ന് പറയുന്നത് എല്ലാം ഒരു പ്രൊഫഷണലിസത്തിന് രണ്ടിതുണ്ട്. അതായത് നമ്മളൊരു നല്ല പ്രൊഫഷണൽ നല്ലൊരു IAS ഓഫീസർ എന്ന് പറയുന്നത് എന്താണ് അയാൾ IAS ഓഫീസർ അല്ല അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അയാൾക്ക് വേണമെങ്കിൽ ഒരു നിയമം നടപ്പാക്കാം. നിയമം മാത്രമല്ല നീതി ന്യായം കൂടി നടപ്പാക്കുമ്പോഴാണ് അത് അയാളുടെ പ്രൊഫഷനാവുള്ളൂ. ഒരു നിയമം എന്നതാണെന്ന് പറയാനിപ്പോൾ ഒരു ന്യായാധിപനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യത്തിൽ ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ എടുക്കുന്ന പോലെയുള്ള കാര്യങ്ങൾ. പക്ഷെ അവിടെ ഒരു നീതി ന്യായം കൂടി മനസ്സിലാക്കുമ്പോഴാണല്ലോ ഒരു ന്യായാധിപൻ്റെ വിധി വളരെ ശരിയാവുന്നത്. അല്ലെങ്കിൽ യാന്ത്രികമായിട്ടുള്ള കാര്യങ്ങളാവും. ഇതിനാണ് പ്രൊഫഷൻ്റെ കാര്യത്തിൽ. എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ നന്നായിട്ടൊരു കെട്ടിടമൊക്കെ അയാൾക്ക് ഡിസൈൻ ചെയ്യാനൊക്കെ പറ്റും അയാൾക്ക്. പക്ഷേ അയാളെ ഒരു കെട്ടിടം ഡിസൈൻ ചെയ്യാൻ പറ്റുക എന്നുള്ളത് മാത്രമല്ല അയാളുടെ ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത്. അയാൾ ജീവിക്കുന്ന സമൂഹത്തിന് വേണ്ടിയിട്ട് ഉള്ള അയാളുടെ പ്രൊഫഷൻ എന്ത് റോളാണ് ഉള്ളതെന്ന് കൂടി അയാൾ മനസ്സിലാക്കണം. അപ്പോൾ നല്ല പ്രൊഫഷണൽ ആവുള്ള ഈ പറയുന്ന രീതിയിലുള്ള പ്രൊഫഷനാവും. നമുക്ക് നല്ല ബിൽഡിങ് വേണം. അപ്പോൾ നമ്മളതിൽ നല്ല ബിൽഡിങ് കെട്ടുന്നതിന് വേണ്ടി നമ്മൾ എടുക്കുന്ന സ്ഥലം, അവിടുത്തെ അതിലൂടെ ഉണ്ടാകുന്ന മനുഷ്യൻ്റെ അവിടെ താമസിക്കുന്ന ആളുടെ കാര്യങ്ങൾ, അവിടുത്തെ പ്രകൃതിയുടെ എല്ലാം കൂടി കണക്കാക്കി അതിൻ്റെ സമഗ്രതയിൽ നമ്മളൊരു കാര്യങ്ങൾ കാണുമ്പോഴാണ് നമുക്ക് ആ പ്രൊഫഷൻ ശരിക്കും
ജനങ്ങൾക്കും കൂടി ഒരു ഇതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പ്രൊഫഷണൽ ആയിട്ട് മാറുക എന്ന് പറയുന്നത് ഒരു സങ്കുചിതമായിട്ടുള്ള കാര്യമായിട്ടും വേണമെങ്കിൽ കാണാം. അപ്പോൾ നല്ല എഞ്ചിനീയറാണ്, പക്ഷേ നാട്ടുകാർക്ക് ഒരു ഗുണമുണ്ടാവില്ല. ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടുകാർക്ക് എന്ത് ഗുണം? എഞ്ചിനീയറായിട്ടുള്ള നൽകിയാലാണ് നാട്ടുകാർ ഉദ്ദേശിക്കുന്ന ഗുണം അല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരു ഭാവിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റണം. നല്ല ഡോക്ടർ എന്ന് പറയുമ്പോൾ ഒരുപാട് നല്ല വിദഗ്ധരായ ഡോക്ടർമാരുണ്ട്. പക്ഷേ സാധാരണക്കാർക്ക് അപ്രാപ്യരായി കഴിഞ്ഞാൽ ആ ഡോക്ടർക്ക് പ്രത്യേകിച്ച് വേറെ നമുക്കൊന്നും പറയാനില്ല. അത് ശാസ്ത്രജ്ഞന്മാരായാലും അങ്ങനെ തന്നെയാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ എൻ്റെ കണ്ടുപിടുത്തം കൊണ്ട് എന്താണ് സമൂഹത്തിന് ഉണ്ടാക്കാൻ കഴിയുന്നതെന്നും കൂടെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഓരോ കാലഘട്ടത്തിലും പ്രൊഫഷൻ്റെ കാര്യങ്ങൾ വ്യത്യസ്തം. ഈ പട്ടിണിയുടെ കാലഘട്ടത്തിൽ നമ്മൾ പിന്നെ അലങ്കാര മത്സ്യത്തിൻ്റെ ഇപ്പോൾ ജീവിതത്തെ പറ്റി പഠിച്ചിട്ട് അതിൻ്റെ റിസൾട്ട് കൊടുക്കുന്നില്ല അർത്ഥമില്ല. മനുഷ്യൻ ആ കാലഘട്ടത്തിൽ എന്ത് നേരിടുന്ന കാലഘട്ടത്തിൽ ഞാൻ ഏറ്റെടുത്ത പ്രൊഫഷൻ കൊണ്ട് ആ സമൂഹത്തിൽ മുന്നോട്ട് നയിക്കാൻ എന്താ ചെയ്യാൻ പറ്റുക, അത് ചെയ്യുമ്പോഴാണ് അത് പ്രൊഫഷനാവുന്നത്. അത് വക്കീലാണെങ്കിലും എഞ്ചിനീയർ ആണെങ്കിലും രാഷ്ട്രീയക്കാരനാണെങ്കിലും ആരാണെങ്കിലും അവർക്ക് റോളുണ്ട്. ഈ ടെക്നോക്രാറ്റ്സിനും ബ്യൂറോക്രാറ്റ്സിനൊക്കെ അതിൻ്റെതായ റോളുകളുണ്ട്. ആ റോളുകൾ ആ നിലയ്ക്ക് നമുക്ക് നടത്താൻ കഴിയുന്നിടത്താണ് പ്രൊഫഷണലിസം വ്യക്തിത്വമൊക്കെ തമ്മിലുള്ള എന്താ അവിടെ ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരുപാട് ആർക്കിടെക്റ്റുകൾ അറിയുന്നുണ്ടെങ്കിൽ നമ്മൾ ചില ആർക്കിടെക്ട് ഇപ്പോൾ നമ്മൾ ലാറി ബേക്കർ എന്തുകൊണ്ടാണ് ഓർക്കുന്നത്? എന്തുകൊണ്ടാണ് ലാറി ബേക്കർ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ പ്രത്യേകത എന്തായെന്ന് നമുക്കറിയാം. എങ്ങനെയാണ് ചിലവ് കുറഞ്ഞ രീതിയിൽ വീടുകൾ ഉണ്ടാക്കാൻ കഴിയുക എന്നുള്ളതാണ് അയാൾ ചിന്തിച്ചിട്ടുള്ളത്. എന്തായാലും മനോഹരമായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും, എന്തായാലും പ്രകൃതിക്ക് ഇണങ്ങുന്നത് എങ്ങനെയായിരിക്കണം. അതിൽ ആത്യന്തികമായി സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ഏറ്റവും നല്ല ഒരു പ്രൊഫഷൻ ഏറ്റവും പാവപ്പെട്ടവരും അത് എത്തിക്കാൻ അയാൾ കഴിയുന്നതാണ്. അവിടെയാണ് അയാൾ മറ്റുള്ളവർ വ്യത്യസ്തമാകുന്നത്. അതെല്ലാ കാലത്തും അയാളെ നമ്മൾ ഓർക്കണതുകൊണ്ട് പറയാം. ഈ നമ്മുടെ ഈ പിന്നെ കരിയർ ഫെയറിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക എന്നുള്ള പോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അവരുടെ പ്രാക്ടിക്കൽ നോളജിൻ്റെ ഭാഗമായിട്ടുള്ള പഠിച്ചു കഴിഞ്ഞ ശേഷമുള്ള അതിൻ്റെ പ്രൊഫഷണൽ പ്രാക്ടിക്കലിന് വേണ്ടിയിട്ടുള്ള ഓട്ടോകാഡ് സിസ്റ്റം, അതിൻ്റെ സോഫ്റ്റ്വെയർ കുട്ടികൾക്ക് സൗജന്യമായിട്ട് ലഭ്യമാക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഈ ഒരു കരിയർ ഫെയറിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കാഡ് ഇന്റർനാഷണൽ ഇങ്ങനെ ഒരു സൗകര്യം കൂടി കുട്ടികൾക്ക് കൊടുക്കുന്നു എന്ന് പറയുന്നത് വളരെ സന്തോഷമുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മുടെ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്കും പഠിച്ചു കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസിന് അല്ല പ്രൊഫഷണൽസ് സംബന്ധിച്ചിടത്തോളം അത് വളരെയധികം ഉപകാരപ്രദമാകും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഈ പരിപാടിക്ക് എൻ്റെ എല്ലാവിധ ഭാവങ്ങളും ആശംസകളും നേരുന്നു. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. നമസ്കാരം.